ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട് അല്ലേ? ഡെയിലി നല്ല നല്ല വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ മോശം വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ ഫോൺ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിലോ റിലേറ്റീവ്സിന്റെ കയ്യിലോ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഏതെല്ലാം വീഡിയോസ് ആണ് അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് നമ്മൾ യൂട്യൂബിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ പണ്ട് ചെയ്തിരുന്നത് നമ്മൾ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് തന്നെ നമ്മൾ ലോക്ക് ചെയ്ത് പാസ്വേഡ് കൊടുത്ത് ലോക്ക് ചെയ്യാറുണ്ട്, അതൊക്കെയാണ്. പക്ഷേ നമുക്കിപ്പോൾ പുതിയതായിട്ട് യൂട്യൂബിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ കണ്ടിട്ട് നമ്മൾ കണ്ട വീഡിയോസ് എല്ലാം കണ്ട് നാളെ കണ്ടാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഫോൺ കൈമാറുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള മറ്റുള്ളവർ അറിയുന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിന് പുതിയതായിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബിൽ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ള. ഏറ്റവും താഴെ നമുക്ക് പ്രൊഫൈൽ ഐക്കൺ കാണാം, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് പ്രൊഫൈലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ സെറ്റിംഗ്സ് കാണാം. ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ജനറൽ അക്കൗണ്ട്, ഓട്ടോപ്ലേ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനേജ് ഓൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മാനേജ് ഓൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം യൂട്യൂബ് ഹിസ്റ്ററി എന്നുള്ള. അവിടെ ഒരു ഹിസ്റ്ററി തന്നെ തൊട്ട താഴെയായിട്ട് കീപ്പിംഗ് യുവർ ഹിസ്റ്ററി മേക്സ് യൂട്യൂബ് മോർ പേഴ്സണൽ. അപ്പോൾ നമുക്ക് കൂടുതൽ സെക്യൂരിറ്റി തരികയാണ്. മറ്റുള്ളവരാരും നമ്മുടെ ഹിസ്റ്ററി കാണാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്നും കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴേക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഗൂഗിൾ പ്രൊട്ടക്ട്സ് യുവർ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റീൻ്റെ അവിടെ താഴെ മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഒന്നും മറ്റാരും നമ്മുടെ ഫോൺ എടുത്താൽ അറിയാതിരിക്കാനാണിത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇഫ് യു ടേൺ ഓൺ എക്സ്ട്രാ വെരിഫിക്കേഷൻ ഗൂഗിൾ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് റിയലി യു ബിഫോർ. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളല്ലാതെ മറ്റാരെങ്കിലും നമ്മുടെ മൊബൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളത് തന്നെയാണോ എന്ന് അത് വെരിഫൈ ചെയ്യുന്ന പറയുന്നത്. ഇപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഡോണ്ട് റിക്വയറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടതാണ് അതിൽ റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷനിലേക്ക് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ താഴെ സേവ് ഓപ്ഷൻ കൊടുക്കുക. ആ കൊടുക്കുന്ന സമയത്ത് നമ്മളോട് ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡ് കൊടുക്കണം. അല്ലെങ്കിൽ പാസ്വേഡ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് കീവേഡായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തമ്പ് കൊടുക്കാം. നമ്മൾ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. അതിന് മുൻപ് നമ്മൾ നോക്കുക നമ്മുടെ മെയിൽ, നമ്മൾ യൂട്യൂബ് കാണുന്ന ആ മെയിൽ ID കറക്റ്റ് ആണോ നോക്കുക. അല്ലെങ്കിൽ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾ കാണുന്ന ആ ഒരു ഇമെയിൽ ID അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയാണ്, അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് ഞാനിവിടെ പാസ്വേഡായിട്ട് കൊടുത്ത് എൻ്റെ തമ്പ് തന്നെയാണ്, ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ ലോക്ക് ആയിട്ടുണ്ട്. ഇനി ആര് നമ്മുടെ യൂട്യൂബ് നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഈ ഒരു ലോക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ അഗെയിൻ നമ്മൾ വെരിഫൈ ആദ്യം കൊടുക്കണം. വെരിഫൈ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്മൾ പാസ്വേഡ് കൊടുത്തവരാണെങ്കിൽ പാസ്വേഡ് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിൻ്റാണ് കൊടുത്തതെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. ഇവിടെ അഗെയിൻ നമ്മൾ മാനേജ് ഓൾ ഹിസ്റ്ററിയിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, താഴേക്ക് തന്നെ മാറ്റിയിട്ട് ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയാവും. പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് മറ്റുള്ളവർ കാണുന്ന സമയത്ത് നമ്മൾ ഇതിന് മുൻപ് കണ്ട ഒരു സാധനം അവർക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്.